ഇനി നമ്മൾ പോകുന്നത് തിരുവമ്പാടിയിലേക്കാണ്. LDF-ന് വേണ്ടി ലിൻഡോ ജോസഫ് സിറ്റിംഗ് MLA, UDF-ന് വേണ്ടി CK കാസിം പുതുമുഖം, NDA-ക്ക് വേണ്ടി സണ്ണി തോമസ് എന്നിവർ. തിരുവമ്പാടി മണ്ഡലം ഇത്തവണ മുസ്ലിം ലീഗ് തിരിച്ചുപിടിക്കുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം തിരികെ വന്നതും മുസ്ലിം ലീഗ് ആഭ്യന്തര പ്രശ്നങ്ങൾ കുറഞ്ഞതും സ്ഥാനാർത്ഥി CK കാസിമിന്റെ പ്രഭാവവും കോഴിക്കോട്ടെ UDF അനുകൂല സാഹചര്യവുമാണ്. UDF-ന് അനുകൂലമായ ഘടകങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങളും UDF-ന്റെ സാധ്യതകളെ പിന്തുണയ്ക്കുന്നുണ്ട്. സിറ്റിംഗ് MLA ലിൻഡോ ജോസഫിന്റെ ജനകീയതയിലും വികസന പ്രവർത്തനങ്ങളിലുമാണ് LDF-ന്റെ പ്രതീക്ഷയത്രയും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ തിരുവമ്പാടിയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. 2011 നേരത്തെ കൊടുങ്ങല്ലൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 ഇതിനു മുമ്പ് UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ UDF-നൊപ്പം നിന്ന മണ്ഡലമാണ് തിരുവമ്പാടി. അന്ന് 3883 വോട്ടിനാണ് അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത്, സി മോയിൻകുട്ടി. 2016 വരുമ്പോൾ ജോർജ് എം തോമസിലൂടെ LDF ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നുണ്ട്. 3008 വോട്ട് മാത്രമായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ LDF തരംഗം മാഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഭൂരിപക്ഷം. 2021 വരുമ്പോൾ ലിൻഡോ ജോസഫ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. 4643 വോട്ടാക്കി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇനി ഇക്കുറി എന്താകും എന്നുള്ളതാണ് ചിത്രം. കാറ്റ് മാറി വീശിയാൽ തിരുവമ്പാടിയും അതിന്റെ ഗതി മാറ്റുമോ എന്ന ചോദ്യമാണ് തിരുവമ്പാടിയിൽ ഉയരുന്നത്. മുഹമ്മദ് അസ്ലം ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അസ്ലം, തിരുവമ്പാടി ഒരു ഹോട്ട് സീറ്റാണ് നിശ്ചയമായും. അങ്ങനെ ഒരു സ്വിംഗ് സ്വഭാവമുള്ള മണ്ഡലം. ഇത്തവണ കാറ്റ് മാറി വീശിയാൽ നിശ്ചയമായും അതിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ്. തിരുവമ്പാടിയിൽ എത്ര വലിയ ഫൈറ്റാണ് നടന്നത്. വോട്ടെടുപ്പും കഴിഞ്ഞ് എക്സിറ്റ് പോളും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് മുന്നണികളുടെയും കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ്? തിരുവമ്പാടിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തിരുവമ്പാടി വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ ഏറെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. 5000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് പലപ്പോഴും ആളുകൾ ജയിക്കുക. UDF-ന് പരമ്പരാഗതമായി UDF-ന് ഒരു ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്. മുസ്ലിം ലീഗ് MLA-മാർ വിജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഗതിമാറ്റമാണ് പലപ്പോഴും ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ മത്തായി ചാക്കോ മത്സരം വിജയിച്ചത് മാറ്റി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ വോട്ടുകളേക്കാൾ കൂടുതൽ സാമുദായിക വോട്ടുകളുടെ ചേരിതിരിവാണ് പലപ്പോഴും അവിടുത്തെ വിധി നിർണ്ണയിച്ചിരുന്നത്. അതേസമയം തന്നെ ഇത്തവണ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായിരുന്നതിലുള്ള ഒരു ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു UDF വിരുദ്ധത, UDF-ൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ പൊതുവെ കേരളത്തിലില്ല. അത് തിരുവമ്പാടിയിലും പ്രതിഫലിക്കും എന്ന് മാത്രമല്ല, UDF-ന്റെ സ്ഥാനാർത്ഥി CK കാസിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും സഭയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലുണ്ടായതാണ്. അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയുമായിരുന്നു അദ്ദേഹം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു വികാരം തന്നെ അവിടെ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മുക്കം മുനിസിപ്പാലിറ്റിയും കാരശ്ശേരി പഞ്ചായത്ത് മാത്രമാണ് ഇപ്പോൾ തിരുവമ്പാടിയിൽ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF ഭരിക്കുന്നത്. അതിൽ തന്നെ മുക്കത്ത്, അതോടൊപ്പം തന്നെ കാരശ്ശേരിയിലും വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് UDF ധാരണയിലായിരുന്നില്ല. മുക്കം മുനിസിപ്പാലിറ്റി അടക്കം 4 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്കുള്ളതാണ്. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ മുക്കവും അതോടൊപ്പം തന്നെ കാരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ UDF-ന് അനുകൂലമായ രീതിയിലേക്ക് മാറുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വികാരം, അതോടൊപ്പം CK കാസിം എന്ന് പറയുന്ന ഒരു കാര്യം സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് തുണയ്ക്കുന്നുണ്ട്. ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന ജനകീയനായ ഒരു MLA-യിലാണ് ശരിക്കും, അദ്ദേഹം ജനകീയതയിലാണ് ശരിക്കും LDF പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു MLA നിലയിൽ അദ്ദേഹം എല്ലാ വിഭാഗങ്ങളുമായി നല്ല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു. മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ, തുരങ്കപാതയുടെ തുടക്കം ഉൾപ്പെടെ മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വികസന പ്രവർത്തനങ്ങളും നന്നായി തന്നെ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസപ്പെടുന്നു. അതിൽ എന്തായാലും വോട്ടുകൾ വരുമെന്ന് ഇനിയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. എക്സിറ്റ് പോളുകളൊക്കെ തന്നെയും ഒരു മുൻതൂക്കം UDF-ന് നൽകുന്നുണ്ട്. പൊതുവായ ഒരു വോട്ടുകളുടെ അല്ലെങ്കിൽ UDF കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം ലീഗിനകത്തും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വോട്ടുകൾ മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ 100 അല്ലെങ്കിൽ പരമാവധി ഒരു 500-1000 വോട്ടിൻ്റെ മാത്രമേ ഏതെങ്കിലും തരത്തിൽ മാറാൻ സാധ്യതയുള്ളൂ എന്നാണ് കരുതുന്നത്. അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് UDF-ന്റെ വോട്ടുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും UDF ഇത്തവണ തിരുവമ്പാടി തിരിച്ചുപിടിക്കും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ UDF അത് കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ലീഗ് ഏറ്റെടുത്താൽ പോലും സ്വതന്ത്രനായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലീഗിൻ്റെ ചിഹ്നത്തിൽ ലീഗിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിനെ വെച്ച് മത്സരിക്കുമ്പോൾ അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിയുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചു. എന്തായാലും എക്സിറ്റ് പോളുകൾ ഫലങ്ങളും UDF-ന് അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പോഴും LDF പ്രതീക്ഷ വിട്ടിട്ടില്ല. ലിൻഡോ ജോസഫ് എന്ന ചെറുപ്പക്കാരനായ അയാളുടെ ജനകീയയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ നിലനിർത്താൻ കഴിയുന്ന വിശ്വാസം LDF-നും ഉണ്ട്. അപ്പോൾ തുരങ്കപ്പാതയും മലയോര ഹൈവേയും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നിരത്തി വോട്ട് പിടിച്ച ലിൻഡോ ജോസഫിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ LDF വെച്ചു പുലർത്തുമ്പോൾ CK കാസിമിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF തിരുവമ്പാടിയിൽ
വെച്ചു പുലർത്തും. എന്തായാലും തിരുവമ്പാടിയിൽ എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. എന്ത് സംഭവിക്കുമെന്ന് മെയ് 4 കാത്തിരുന്ന് കാണാം.